പിന്നെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പോയിരിക്കുന്ന ഫണ്ടൊക്കെ കൃത്യമായി അന്വേഷണ വിധേയമാക്കണം. കാരണം വെച്ചാൽ അതിൽ ആർക്കൊക്കെ എത്ര രൂപ വെച്ചിട്ട് പോയി എന്നൊക്കെ നമ്മൾക്കും കൂടി അറിയാനുള്ള അവകാശം ഉണ്ടെന്നാലും പിന്നെ അതുപോലെ തന്നെ ന്യൂസ് ചാനലുകളാണ് അതിന് എത്ര പേർക്ക് പോയി, എങ്ങനെ പോയി, എമൗണ്ട് എന്നുള്ള കൃത്യമായിട്ട് ഡീറ്റെയിൽസ് അത് അറിഞ്ഞിട്ട് എല്ലാ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വം കൂടിയാണ്. പിന്നെ പലർക്കും വിശ്വാസത്തില്ല എന്നുള്ളത് അതൊരു സത്യം തന്നെയാണ്. വകമാരി ചിലവാക്കുന്നതായിട്ട് സംഭവം മിക്കവാറും അതിങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കാണുന്നുണ്ട് അതിനുള്ള. പിന്നെ അവർക്ക് ഇത് പറയുന്നവർക്ക് ചിലപ്പോൾ അവർക്കൊന്നും ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ ഉള്ളത് അത് എങ്ങോട്ട് പോയി എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് അന്വേഷണം വിധേയമാക്കേണ്ടത് തന്നെയാണ് സംഭവം. ആരെങ്കിലുമൊക്കെ പറയുമ്പോൾ അവരുടെ ഒരു ആക്ഷൻ എടുത്തുകൊണ്ട് കാര്യമൊന്നുമില്ല. പിന്നെ ആ അവർക്ക് എമൗണ്ടായിട്ട് എത്തിക്കുന്നതാണ് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ നമ്മളൊരു നല്ല എമൗണ്ടിലുള്ള നല്ല വീട് വെച്ച് കൊടുക്കുക. ആ ഒരു 20-30 ലക്ഷം രൂപയുടെ വീട് വെച്ചിട്ട് സൗകര്യങ്ങളും അവർക്ക് ഇനി ജീവിക്കാനുള്ള സൗകര്യങ്ങളും എന്തെങ്കിലും ഹോം സ്റ്റേ പോലത്തെ എന്തെങ്കിലും സെറ്റപ്പ് അതിന് കൂടെ ചെയ്ത് കൊടുക്കുക. പിന്നെ അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ ഒരു എമൗണ്ട് ഒരു 50 ലക്ഷം രൂപ വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കാം. അതാണ് ബെറ്റർ ആയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ അതിന് ഫണ്ട് ബാക്കി വരുന്നേ നല്ല രീതിയിൽ സംഭവം നടക്കുന്ന കാര്യമാണ്. പിന്നെ വേറെ ഒരുപാട് സംഘടനകളൊക്കെ ഉണ്ട്, എല്ലാവർക്കും ഫ്രീ ആയിട്ട് വീട് വെച്ച് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് വന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഉൾപ്പെടുത്തി ശരിക്കും വെക്കാം. ബാക്കിയുള്ള എമൗണ്ട് വേറെ എന്തെങ്കിലും നല്ല ഇതിന് പറഞ്ഞിട്ട് വേണം അത് ചിലവാക്കാൻ. അങ്ങനെ ഇതിലൊക്കെ മാറ്റാവുന്ന ചെയ്യാവുന്നേ ഉള്ളൂ.